ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് ഭാഗം ഞാൻ രണ്ടെണ്ണങ്ങളോടെന്ന് പറഞ്ഞില്ലേ, അത് ഇച്ചിരി ഫ്രാക്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി മാറ്റി ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതാണ് നമ്മുടെ സീക്വൻസിന് എഴുതാവേ 1/4, 1/2, 3/4. നിങ്ങൾ വിചാരിക്കും ഇത് കോമൺ ഡിഫറൻസ് ഉണ്ടോന്ന് അല്ലേ? കോമൺ ഡിഫറൻസ് ഉണ്ട്, കാരണം അവർ പറഞ്ഞിട്ടുണ്ട് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന്. അപ്പോൾ ഇതിന് കോമൺ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? കോമൺ ഡിഫറൻസ് കാണും. ആദ്യത്തെ രണ്ട് ടേമിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ മതി. 1/2 നിന്ന് 1/4 ചെയ്യുക, 3/4 നിന്ന് 1/2 ചെയ്യുക. എങ്ങനെയാണ് ഇത് സബ്ട്രാക്ട് ചെയ്യുന്നത്? ചുമ്മാ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്നാ, അവരുടെ ബേസ് അല്ലല്ലോ, അവരുടെ ഡിനോമിനേറ്റർ വ്യത്യാസമാണ്. ഡിനോമിനേറ്റർ വ്യത്യാസമാണെങ്കിൽ നമുക്ക് അഡീഷണൽ സബ്ട്രാക്ഷൻ ഒന്നും പറ്റില്ല കേട്ടോ. ഫ്രാക്ഷനിൽ നമുക്ക് ഇവരെ ശരിയാക്കണം എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ സെയിം ആക്കണം. എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ഞാൻ പഠിപ്പിച്ചായിരുന്നു. ഇങ്ങോട്ട് മൾട്ടിപ്ലിക്കേഷൻ, ഇവർ തമ്മിൽ ചെയ്യാം. 4 × 1 4, ഇടയ്ക്കത്തെ സൈൻ മൈനസ്, 2 × 1 2, ഇവർ തമ്മിൽ 4 × 2 8, 4 ൽ നിന്ന് 2 പോകെ 2 8, രണ്ടിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം 1 4. അപ്പം ആൻസർ എത്രയാ? 1/4. കോമൺ ഡിഫറൻസ് ഈസ് 1/4. ഇത് 1/4 കൂടി തന്നെയാണ് പോകുന്നത് കേട്ടോ. 1/4. എന്നിട്ട് നമ്മളതിന് ചെയ്യും. ഇത് നമ്മുടെ പഴയ സ്റ്റെപ്പ്. ആദ്യത്തെ സംഖ്യ ഏതാ ചോദിച്ചിരിക്കുന്നത്? 3. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ചോദിച്ചിരിക്കുന്ന സംഖ്യയിൽ നിന്ന് നമ്മുടെ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്യും. അതായത് 3ൽ നിന്ന് 1/4 സബ്ട്രാക്ട് ചെയ്യണം. ഇവിടെ ചുമ്മാ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഇവർക്ക് ഡിനോമിനേറ്റർ ഇല്ല. ഇട്ട് കൊടുക്കും നമ്മൾ 1 ഡിനോമിനേറ്റർ. കാരണം എല്ലാ സംഖ്യയ്ക്കും ഡിനോമിനേറ്റർ 1 ആണ്. അപ്പൊ പിന്നെ ഒരു പ്രശ്നം എന്താണ്? ഡിനോമിനേറ്റർ വ്യത്യാസമാണ് നമ്മൾ ഉടനെ അവരെ ഒരുപോലെ ആക്കും. എങ്ങനെ? ഇവരെ ഇങ്ങോട്ട് കണ്ടോ, 4 × 3 12, ഇവരെ ഇങ്ങോട്ട് സൈൻ മൈനസ് ആണ്. 1 × 1 1, 4 × 1 12 മൈനസ് 11 12 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11/4. ഇപ്പൊ സംഖ്യ കിട്ടി 11/4. ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? ഓർത്ത് നോക്കിയേ. നമ്മൾ മറ്റേതിപ്പോൾ ഫ്രാക്ഷൻ നമ്മൾ വ്യത്യാസമൊന്നുമല്ല, മറ്റേ ചെയ്ത പോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഇതുപോലെ ഡിഫറൻസ് ചെയ്ത് കിട്ടുന്നതിനകത്തുനിന്ന് അതിനെ നമ്മൾ എന്ത് ചെയ്യും? ആ സംഖ്യയെ നമ്മുടെ കോമൺ ഡിഫറൻസ് വെച്ച് ഡിവൈഡ് ചെയ്യും. തെറ്റിപ്പോകല്ലേ. കോമൺ ഡിഫറൻസ് എത്രയാണ്? 1/4. നമുക്ക് ഇവിടെ നോക്കാം. ഞാൻ ഇവിടെ എടുത്തെഴുതാൻ പോണേ. 11/4 ഡിവൈഡഡ് ബൈ 1/4. ഒരു പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഫ്രാക്ഷനകത്തെ ഡിവിഷൻ ഇല്ല. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങനെ ഡിവൈഡ് ചെയ്യും? എളുപ്പ വഴിയുണ്ട്. നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാവോ? ഫസ്റ്റ് നമ്പർ അവിടെ കിടക്കട്ടെ. സെക്കൻഡ് നമ്പറില്ലേ, സെക്കൻഡ് ഫ്രാക്ഷനില്ലേ, അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആകും, ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആകും. എന്നിട്ട് റെസിപ്രോക്കൽ കണ്ടിട്ട് ഇൻറ്റു ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പം 4 മേളിൽ പോവും, 1 താഴെ വരും. ഓർക്കുക, ഫ്രാക്ഷന് ഡിവിഷൻ ഇല്ല. അപ്പം അതിന് വരെ ഇൻറ്റു ആണ്. പക്ഷെ അങ്ങനെ ചുമ്മാ ഇൻറ്റു ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് ഫ്രാക്ഷനെ നമ്മൾ റെസിപ്രോക്കൽ എടുത്തിട്ട് ഇൻറ്റു ചെയ്യും. ഓക്കെ. അപ്പോൾ എത്രയാണ്? 11 × 4 മൾട്ടിപ്ലിക്കേഷൻ. ഇനി സാധാരണ രീതി മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ഒന്നും വേണ്ട, വെറുതെ അങ്ങ് ചെയ്യാം. അഡീഷനും സബ്ട്രാക്ഷനും മാത്രം മതി ഡിനോമിനേറ്റർ സെയിം ആക്കുന്നത് കേട്ടോ. 11 × 4 44, 4 × 1 4. 44നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ആൻസർ എത്രയാണ്? 11. കിട്ടിയല്ലോ ആൻസർ കിട്ടി. അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യും? അപ്പോൾ നമ്മൾ എന്നാ എഴുതും? ഞാൻ ഇവിടെ തൂക്കിട്ട് എഴുതാൻ പോണേ. നമ്മുടെ സംഖ്യ ഏതായിരുന്നു? ഇത് അല്ലേ. 11/4 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ്. എത്രയാ? 1/4. ഇവിടെ തിരിച്ചൊന്നും പോകരുത്. നമുക്കിവിടെ ഫ്രാക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ ആകരുത്. therefore നമ്മുടെ സംഖ്യ ഏതാണ്? 3 ഈസ് എ ടേം ഇൻ ദിസ് സീക്വൻസ്. മനസ്സിലായോ? സെയിം ആണ് മക്കളെ. കോമൺ ഡിഫറൻസ് കണ്ടോ? ഞാൻ ഇത് ചെയ്തു, കുഴപ്പമില്ല. കോമൺ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാം. എത്രയാണ്? 1/4 ആണ് കോമൺ ഡിഫറൻസ്. ഞാൻ ഇവിടെ എഴുതിയിടുക, അറിയാതെ റബ്ബ് ചെയ്തു. ഓക്കെ. അടുത്ത സംഖ്യ ഏതാണ്? 4 ആണോ നോക്കാൻ പോവാം. നമ്മൾ അതിനെ ചെയ്യുന്നത്, ആ സംഖ്യ ഇങ്ങോട്ട് എടുക്കും, നമ്മുടെ സീക്വൻസിന്റെ ഫസ്റ്റ് നമ്പറിനെ സബ്ട്രാക്ട് ചെയ്യും. ആണോ? ഇവിടെ പറ്റില്ല. 4ന് ഡിനോമിനേറ്റർ ഇല്ല, 1 കൊടുത്തു. പിന്നെയും പ്രശ്നം വ്യത്യാസം. എന്നാ ചെയ്യും? നമ്മളുകൊണ്ട് അവരെ സെയിം ആക്കുക, മൾട്ടിപ്ലൈ ചെയ്യും. 4 × 4 16, 1 × 1 1, 1 × 4 4.
ഇവിടെ മനസ്സിലായല്ലോ അല്ലേ? ന്യൂമറേറ്റർ ഡിനോമിനേറ്ററും ഈ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ അങ്ങനെ തന്നെ എപ്പോഴും പറയണ്ട. 60 - 1 15. 15/4. ഈ കിട്ടുന്ന ആൻസറിന് തെറ്റാതിരുന്നാൽ മതി കേട്ടോ. നമ്മള് കോമൺ ഡിഫറൻസ് കൊണ്ട് ഇതങ്ങ് പഠിച്ചു വെക്കുക. ഈ കിട്ടുന്ന ആൻസറിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 15/4 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എത്രയാ? 1/4. മുമ്പത്തെ പോലെ നമുക്ക് ഫ്രാക്ഷന് ഡിവിഷൻ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? രണ്ടാമത്തെ സംഖ്യയുടെ രണ്ടാമത്തെ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് റെസിപ്രോക്കൽ തലതിരിഞ്ഞ് വരും. ഇത്രയേ ഉള്ളൂ. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്തേ അല്ലെ ഇവിടെ ഇട്ട് തന്നെ നമുക്ക് ഇതിനെ വെട്ടിയെടുക്കാം. അതായത് മേളിലും താഴെ സെയിം ഉണ്ടല്ലോ 4 4 അത് പോയി. ബാക്കി എന്നാണ് 15 താഴെ 1. 15/1 എന്ന് പറഞ്ഞാലും 15. അപ്പൊ അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്നാ എഴുതും? 15/4 എഴുതുക. 15/4 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ് 1/4. Therefore നമ്മുടെ സംഖ്യ ഏതാ? 4 ഈസ് എ നമ്പർ ഇൻ ദിസ് സീക്വൻസ്. അപ്പൊ ഇത് രണ്ടും യെസ് ആണ്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഇതേപോലെ തന്നെ മക്കളെ, വേറെ ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഫ്രാക്ഷൻ തന്നാലും അല്ലാത്ത ഹോൾ നമ്പേഴ്സ് തന്നാലും എല്ലാം നമ്മൾ ചെയ്യും. അടുത്ത സീക്വൻസ് ഏതാണ്? 3/4, 1 and 1/2, 2 and 1/4. ഇതിനെ ഒന്ന് ഇച്ചിരി വ്യത്യാസപ്പെടുത്തി. ഇതെല്ലാം മിക്സഡ് ഫ്രാക്ഷനാണ് കിടക്കുന്നത്. അതിനെല്ലാം എന്താക്കുക? നമ്മൾ ഫ്രാക്ഷൻസ് ആക്കി മാറ്റണം. വെറും ഫ്രാക്ഷൻസ്. ഇതിനെ മിക്സഡിനെ എങ്ങനെ ആക്കാം? എങ്ങനെയാ 1 and 1/2 എങ്ങനെയാ നമ്മൾ ഫ്രാക്ഷൻസ് ആക്കുന്നത്? ഇത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഇത് ആഡ് ചെയ്യും. 2 × 1 2 + 1, അതായത് 2 × 1 ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ഇതിനോട് ആഡ് ചെയ്യും +1. എന്നിട്ട് ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതും. അപ്പം 2 + 1/2 = 3/2. ഇതിന്റെ സ്ഥാനത്ത് നമുക്ക് തന്നെ എഴുതാം 3/2 കേട്ടോ. ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 1 2 + 1 3. അപ്പൊ അടുത്ത എങ്ങനെ പറയും? 4 × 2 8 + 1 9/4. നമ്മളിതിനെ ഇങ്ങനെ ആക്കി. ഓക്കെ, ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുക? കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് കാണാൻ അടുത്തടുത്തുള്ള സംഖ്യകൾ തമ്മിൽ സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുന്നു. ചുമ്മാ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ? രണ്ടും ഫ്രാക്ഷനാണ്, പക്ഷെ ഡിനോമിനേറ്റർ വ്യത്യാസമാണ്. ഇവിടെ 2ഉം 4ഉം പറ്റില്ല. നമ്മളിങ്ങനെ കൊടുക്കും. 4 × 3 12, 2 × 3 6, 4 × 2 8. 6/8 ആണ്. 6/8 ആണ്. വേണേൽ അതിനെ ഒന്ന് ചെറുതാക്കാം. 6/8 നടന്നാൽ പ്രശ്നമൊന്നുമില്ല. ചെറുതാക്കുവാണെങ്കിൽ 2 കൊണ്ട് പറ്റും അല്ലേ? 2 ആകുമ്പോൾ ഇവിടെ 3 4. വേണം നമുക്ക് 3/4 എന്ന് ആക്കാം. നിങ്ങൾക്ക് 6/8 തന്നെ ഇട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കോമൺ ഡിഫറൻസും കിട്ടി. ഇനി നമ്മൾ ഫസ്റ്റ് നമ്പർ നോക്കാൻ പോവാം. 3 ആണോ എന്ന്. ഞാൻ ഇത് റബ്ബ് ചെയ്തേക്കട്ടെ. ഇപ്പോൾ കോമൺ ഡിഫറൻസ് നിങ്ങൾക്ക് കിട്ടിയല്ലോ. എങ്ങനെ കാണുന്നതെന്ന് മനസ്സിലായി. അത് മാത്രം അവിടെ കിടന്നു. 3/4 3 ആണോ നോക്കാൻ പോവാ. 3 ആണോ നോക്കാൻ നമ്മൾ ആദ്യം എന്നാ ചെയ്യും? 3 എടുത്തിട്ട് നമ്മുടെ സീക്വൻസിന്റെ ഫസ്റ്റ് നമ്പർ, അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് നമ്പർ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. വെറുതെ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഡിനോമിനേറ്റർ കൊടുത്തു 1. എന്നിട്ടും പ്രശ്നം എന്താണ്? സെയിം അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ മൾട്ടിപ്ലൈ അല്ലേ? 4 × 3 12 - 1 × 3 3/1 × 4 4. അപ്പം എത്ര വരും? 9 3 12. അപ്പം 9/4 അത്രയും കിട്ടി. ഇനി എന്താ ചെയ്യണ്ടേ പറ? ഈ ആൻസറിനെ നമ്മൾ നമ്മുടെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. 9/4 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് 3/4. ഡിവിഷനിൽ ഫ്രാക്ഷനിൽ ഡിവിഷൻ ഉണ്ടോ? ഇല്ല. ഫ്രാക്ഷനിൽ മൾട്ടിപ്ലിക്കേഷനേ ഉള്ളൂ. രണ്ടാമത്തെ തല തിരിച്ചിടും. വെട്ടിക്കളാതെ ഇവിടെ വെച്ചത്. മേളിലും താഴെ 4 പോയി. 3യുടെ മൾട്ടിപ്പിളാ. 3 × 3 9. അപ്പം ആൻസർ എത്രയാ? വേറെ കേട്ടോ 3. അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് പൂർണ്ണമായിട്ടൊരു ആൻസർ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പം എന്നാ എഴുതാം? ഈ 9/4 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എത്രയാ? 3/4. Therefore നമ്മുടെ സംഖ്യ ഏതായിരുന്നു നമ്മൾ ചെയ്തത്? 3 ഈസ് എ ടേം ഇൻ ദിസ് സീക്വൻസ്. എല്ലാം ടേമായിട്ട് കിട്ടിയല്ലേ? അങ്ങനെയാണ്. ഒരെണ്ണം കൂടി ഉള്ളൂ, അതുകൊണ്ട് ചെയ്യാം. ഏതാണ്? 4 ആണോ? ആദ്യത്തെ സ്റ്റെപ്പ് എന്നാ പറഞ്ഞു?
ഇപ്പൊ നിങ്ങൾ പഠിച്ചു പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റെപ്പ് 4 നമ്മുടെ കോമൺ ഡിഫറൻസ്, സോറി എനിക്ക് തെറ്റി, സീക്വൻസിലെ ഫസ്റ്റ് നമ്പർ സബ്ട്രാക്ട് ചെയ്യും. പറ്റുമോ? 1 കൊടുത്തു എന്നിട്ടും പറ്റുന്നില്ല. എന്താ വ്യത്യാസം? ഡിനോമിനേറ്റർ വ്യത്യാസം പറ്റില്ലെന്നേ. നമുക്ക് എന്ത് ചെയ്യണം? ഒരുപോലെ ആക്കണം. ഒരുപോലെ ആക്കാൻ നമ്മുടേതാണ് മാർഗമുള്ളത് അല്ലേ? നമ്മളെ തോപ്പിക്കുമായിരുന്നു ഇല്ല. 4 × 4 16 - 1 × 3 വരത്തില്ല മക്കളെ. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. എന്നിട്ട് 1 × 4 4. ഓക്കെ, ഇത് എത്ര കിട്ടും? 13/4. ഇനി എന്താ ചെയ്യണ്ടേ? ആ കിട്ടുന്ന ആൻസറിനെ നമ്മുടെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ്. 13/4 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് ആണ് ഇവിടെ എഴുതിയിട്ടേക്കുന്നത്, ഞാൻ മറന്നു വരുന്നു, 3/4. ഇനി നമ്മുടെ ഫ്രാക്ഷനിൽ ആരില്ല? ഡിവിഷൻ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇവരെ എങ്ങനെ തല തിരിച്ചവനാക്കും. നേരെ കിടന്നവനാ, അവനെ നമ്മൾ തല തിരിക്കുക അല്ലേ? ഓക്കെ, ഇനി നോക്കിക്കേ. 4 ഉം 4 ഉം പോയേ. 13 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം ആൻസർ 13/3 ആണ്. നമുക്ക് പൂർണ്ണമായിട്ടും ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇപ്പം 13/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 3 9 വരത്തുള്ളൂ. നമുക്ക് 9 4 റിമൈൻഡർ 4 വരിക. അപ്പം ഇതിനെ പൂർണ്ണമായിട്ടും പറ്റത്തില്ല. അപ്പം നമ്മൾ എന്നാ എഴുതും? 13/4 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ് 3/4. Therefore 4 is not in this sequence. അതായത് നിങ്ങൾ വിചാരിക്കുവേ നമ്മൾ ചെയ്യുന്നത് ഫ്രാക്ഷൻസ് ആണല്ലോ, ഈ 3 ഉം 4 ഉം ഒക്കെ വരുമോന്ന്. വരും മക്കളെ. നമ്മൾ ഇതിൻ്റെ സെയിം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോവാണെങ്കിൽ ഒരു പൊസിഷനിൽ വെച്ച് അവർ വരും. ഓക്കെ, മനസ്സിലായില്ലേ? സിമ്പിളായിട്ടുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഒരു നമ്പർ ഈ സീക്വൻസിലുള്ളതാണോ എന്നറിയാൻ വേണ്ടി അതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. ഇങ്ങനെ ഒത്തിരി ഒന്നും വരുന്നില്ല, ഒരു ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ല. എങ്ങനെയാണ് ചെയ്യുന്നത്? എന്ത് ചെയ്യും? നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന സംഖ്യ ഫസ്റ്റ് സീക്വൻസിലെ ഫസ്റ്റ് നമ്പറിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യും. ആ കിട്ടുന്ന ആൻസറിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ആൻസർ പൂർണ്ണമായിട്ട് കിട്ടിയാൽ ഇറ്റ് ഈസ് എ നമ്പർ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ നമ്പർ. ഓക്കെ മക്കൾ, മനസ്സിലായില്ലേ? എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ പഠിക്കണ്ടേ? നമുക്ക് പഠിക്കണം, മാർക്ക് വേണം. അപ്പം ചെയ്ത് തന്നെ നോക്കണം. വായിച്ച് പഠിക്കല്ലേ, കേട്ട് പഠിക്കല്ലേ. കേട്ടോ, എന്നിട്ട് കേട്ടിട്ട് ഒന്ന് എഴുതി നോക്കുക. തെറ്റും, എനിക്കറിയാം തെറ്റും. അപ്പോൾ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി തെറ്റെവിടെ, അടുത്ത പ്രാവശ്യം ശരിയായില്ലേ, പിന്നെ മറക്കില്ല. ഓക്കെ, താങ്ക് യു.